എല്ലാവർക്കും സെഞ്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ സൗണ്ട് വേവിന്റെ ലാസ്റ്റത്തെ പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് അസസ് ആണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിലയിരുത്താമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഏതാണ് ഇതിനകത്തുള്ളത് കറക്റ്റ് എന്നാ പറയുന്നത്. ഇതിനകത്ത് ചില സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ചില സ്റ്റേറ്റ്മെന്റ് നാളെ നിന്നിട്ടുണ്ട്. അതിനകത്ത് നാലിനകത്ത് ഏത് ഒരെണ്ണം ശരിയാണ് അല്ലെ, അത് നമ്മൾ കണ്ടെത്തട്ടെ. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞ ഏതാണ് സൗണ്ട്, അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ലൈറ്റ് ആർ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നാണ്. അപ്പൊ അത് എന്താണ് പറഞ്ഞേക്കുന്നത്, ശബ്ദവും പ്രകാശവും അനുപ്രസ്തുത തരംഗമാണെന്നാണ് പറഞ്ഞേക്കണേ. അനുപ്രസ്തുത തരംഗമാണോ നമുക്ക് ആലോചിച്ച് നോക്കാം. പിന്നെ അടുത്ത എന്താണ്, സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. സൗണ്ടും ലൈറ്റും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് വെച്ചോ, നിങ്ങൾ ആൻസർ കണ്ടെത്തി വെച്ചോളൂ കേട്ടോ. ഞാൻ അടുത്ത കാര്യം എന്താണ് പറഞ്ഞേക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണെന്ന്, അല്ലെങ്കിൽ എന്താണ് ശബ്ദവും പ്രകാശവും അനുദൈർഘ്യ തരംഗമാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സൗണ്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ്, സൗണ്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിക്കേ, ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്തുത തരംഗവുമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സൗണ്ട് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലൈറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ദെൻ ഇവിടെ പറയുന്നത് എന്താണ്, ശബ്ദം അനുപ്രസ്തുത തരംഗവും പ്രകാശം അനുദൈർഘ്യ തരംഗവുമാണെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഏതായിരിക്കും ശരി? ഇതിനകത്ത് ശരി ഉത്തരം നമുക്കാണെന്നുണ്ട് ഞാൻ പച്ച വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ശരി ഉത്തരം സി ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഏതാണ്, ശബ്ദം എന്ന് പറഞ്ഞാൽ അനുദൈർഘ്യ തരംഗമാണ്. അനുദൈർഘ്യ തരംഗവും പ്രകാശം എന്ന് പറഞ്ഞാൽ അനുപ്രസ്ഥ തരംഗമാണ്. ശബ്ദം ഈസ് എ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ നമുക്ക് അത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ നേരത്തെ തന്നെ പഠിച്ച് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞതാണ്. നിങ്ങൾ ഇത് തമ്മിലുള്ള താരതമ്യം ചെയ്യാൻ നിങ്ങൾ, അതുപോലെ തന്നെ താരതമ്യം ചെയ്യാൻ എന്ന് പറഞ്ഞത് നല്ലപോലെ പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവും, അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും എന്താണെന്നും അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് എന്നാലും പഠിച്ചത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത നിങ്ങളുടെ കാര്യം എന്താ നോക്കിക്കേ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ചോദ്യമാണ്, സെക്കൻഡ് ചോദ്യമാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്, അപ്പർ ലിമിറ്റ് ഓഫ് എ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ എന്ന് പറഞ്ഞ എത്രയാണ്, 120 കിലോ ഹെഡ്സ് ആണ്. 120 കിലോ ഹെഡ്സ് ആണ്. കിലോ ഹെഡ്സ് ആണ് ഒരു ബാറ്റിനാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുന്ന ഏറ്റവും അപ്പർ ലിമിറ്റ് എന്നാ പറഞ്ഞത്. ഈ സോ വാട്ട് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ. അപ്പം 120 ഹെഡ്സ് കിലോ ഹെഡ്സ് ആണ് ഏറ്റവും ഫ്രീക്വൻസിനകത്ത് അപ്പർ ലിമിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വേവ് ലെങ്ത്, ഇതിന്റെ മാക്സിമം വേവ് ലെങ്ത് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മാക്സിമം വേവ് ലെങ്ത് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് എടുത്തേക്കുന്നത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് അറിയാം വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്ന സംഭവം എന്താണ്, ലാംഡ. ഞാനത് ലാംഡ എന്ന് തന്നെ എഴുതാം അല്ലെ, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് കൂട്ടുകാർക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ ലാംഡ എന്ന് പറയുന്നതാണ് വേവ് ലെങ്ത് നമുക്കറിയാം അല്ലെ. അതെന്ന് പറഞ്ഞാൽ സ്പീഡ് വി ആണ് എഴുതണേ, വി ബൈ എഫ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എഫ് വി ബൈ എഫ് ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് എങ്ങനെയാണ്, വി ഈക്വൽ ടു എന്താ പറഞ്ഞത് ലാംഡ എഫ്, അല്ലെങ്കിൽ എഫ് ലാംഡ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ നമുക്ക് തന്നെയാണ് 350 ആണ്. 350 ബൈ എത്രയാണ്, 120 കിലോ ഹെഡ്സാ. 120 കിലോ ഹെഡ്സ്, കിലോ എന്ന് പറഞ്ഞാൽ അർത്ഥം 1000 എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവിടെ നമ്മൾ എത്ര പൂജ്യം ഇടണം, 1000-ന് 3 പൂജ്യം ആണ്. അപ്പം ഓക്കെ, 3 പൂജ്യം ഇടണം. 3 പൂജ്യം ആയല്ലോ. പിന്നെ നമുക്ക് ഈ പൂജ്യം വെട്ടി കളയാം. പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 0.00291 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ 0.00291 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 2.92 മില്ലിമീറ്റർ. അപ്പൊ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് മാത്സിന് ബേസിക് വേണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ക്ലാസ്, നമുക്ക് ചിലർക്ക് മാത്സ് ഒന്നും വലിയ പിടിയൊന്നുമില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, ഹരിക്കാൻ അറിയില്ല, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളുടെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ നമുക്കറിയാം, ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പഠിക്കുന്ന ആളുകളെ സ്റ്റേറ്റിനകത്ത് ചിലർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്കൊക്കെ അറിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് ഇതിന്റെ ക്ലാസ് വേണം, ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ ക്ലാസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളത്
പറഞ്ഞാൽ മതി കേട്ടോ. ദെൻ പറയണേ വേണമെന്നുണ്ടെങ്കിൽ. ദെൻ അടുത്ത ചോദ്യം എന്താണ്, നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിനകത്ത് നമുക്കാണെങ്കിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടൈം മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നമ്മളിത് കൺഫ്യൂഷൻ ആയിട്ട് തരാറുണ്ട്. ചിലപ്പം ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടാണ് തരാറുള്ളത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ടൈം നമുക്ക് നോക്കാം. വേറൊരു ഗ്രാഫിനകത്ത് നമുക്ക് നേരത്തെ തന്നൊരു ഗ്രാഫ് കൊടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ മോസ്റ്റ്ലി ഡിസ്റ്റൻസ് ആണ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മളെ കബളിപ്പിക്കാൻ ചിലപ്പോൾ അവർ എന്ത് കൊടുക്കും, ടൈം കൊടുത്തു എന്ന് വരും. അപ്പൊ നമ്മൾ അതും കണ്ടിട്ടൊക്കെ വേണം നമ്മളത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കണ്ടിട്ട് വേണം അതെടുക്കാൻ. ഇപ്പൊ ഇവിടെ ഏത് വെച്ചോന്നൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചോളാം. ഇവിടെ ടൈം ആണ് കൊടുത്തത്. അപ്പൊ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ ആയി നമുക്ക്, ഞാൻ എയും ബിന്നും കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ അതിന് മുമ്പ് ഞാൻ ഇവിടേക്ക് പോയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മലയാളം മീഡിയത്തിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാവേ. അങ്ങനെ പറയാൻ പറ്റുന്ന പറഞ്ഞു. വവ്വാലിനാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉച്ചപരിധി എന്ന് പറയുന്നത്, ഉച്ചപരിധി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120 ഹെഡ്സ് ആണ്, 120 കിലോ ഹെഡ്സ് ആണ്. എത്രയാണ്, 120 കിലോ ഹെഡ്സ് ആണ്. എങ്കിൽ പരമാവധി എത്ര ദൈർഘ്യത്തിൽ ആ ശബ്ദം കേൾക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞ 350 എടുക്കാനാണ് പറഞ്ഞത്. നമ്മള് ലാംഡ ഈക്വൽ ടു എന്താണ്, ലാംഡ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞു, ലാംഡ ഈക്വൽ ടു നമ്മൾ നേരത്തെ എന്തെന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്പീഡ് ബൈ എത്രയാണ്, ഫ്രീക്വൻസി. സ്പീഡ് എന്ന് പറഞ്ഞാൽ 350 ആണ്. ദെൻ എത്ര വരും, 120 കിലോ ഹെർട്സ് ആയതുകൊണ്ട് ആ ടൈപ്പ് രീതിയിൽ 3 കിട്ടും. ദെൻ അതിന്റെ കൂടെ എന്ത് കിട്ടി, 0.00 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 0.02916 മീറ്റർ എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എഴുതാൻ പറ്റും. നമുക്കത് 2.92 മില്ലിമീറ്റർ ആണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോസ്റ്റ്ലി ഇവിടെ തരുന്നത് സമയം ചിലപ്പോൾ തരാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം തരാം. അത് നമ്മൾ അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ നമുക്ക് ചില സമയത്ത് അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ദൂരമാണെന്നുള്ള രീതിയിൽ ഇത് വായിക്കാതെ ചിലപ്പോൾ എക്സാമിന്റെ ആൻസർ ഷീറ്റിനകത്തൊക്കെ ഇത് ദൂരമാണെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കും. പക്ഷെ ചിലപ്പോൾ അവിടെ കൊടുത്തേക്കുന്നത് എപ്പോഴായിരിക്കും, എക്സാം ഒക്കെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവിടെ അതിന്റെ ടൈം ആയിരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിപ്പോഴേ നോക്കി വെച്ചോളാം. ദെൻ ഇവിടെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്, ഇവിടെ തന്ന ചോദ്യം എന്താണ്, ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.2 മീറ്റർ പെർ സെക്കൻഡ്. 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്, 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ദെൻ ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞ ഇതിനകത്ത് ചോദിച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേവിന്റെ ഫ്രീക്വൻസി കണ്ടെത്താനാണ്. അപ്പൊ ഫ്രീക്വൻസി 2 വേവിന്റെയും കണ്ടെത്തണം, പീരീഡ് കണ്ടെത്തണം, അതുപോലെ വേവ് ലെങ്തും കണ്ടെത്തണം. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്, നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3.2 ആണ് എന്താ വേഗം തന്നേക്കുന്നത്. നമുക്ക് കണ്ടെത്തേണ്ട ആവൃത്തി, പീരീഡ്, തരംഗദൈർഘ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം പീരീഡ് അല്ലെങ്കിൽ എന്താണ്, നമുക്ക് പീരീഡ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്ന ടൈമാണ് പീരീഡ് എന്ന് പറയുന്നത്. ആ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഇത് പൂർത്തിയാക്കാൻ ഇവിടെ വേണ്ട 8 ആണ്. അപ്പൊ എ എന്ന് പറയുന്നതിനകത്ത് എത്രയാണ്, എ ആണ് ഞാൻ എഴുതുന്നത്. എനകത്ത് ടി എന്നാണ് ഞാൻ രണ്ടിനകത്ത് കൊടുക്കുന്നത്. ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 ആണ്. ടി 8 ആണ്. എക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടി ഈക്വൽ ടു 8 ആണ്. കാരണം ഇവിടെ കണ്ടോ, ഇതാണ് എന്തെങ്കിലും ഇവിടെ വരെ ഇതാണ് ഒരു ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ ഒരു ഓക്സിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എടുത്താണ് 8 സെക്കൻഡ് ആണ് കേട്ടോ. 8 സെക്കൻഡ് 8 സെക്കൻഡ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കണ എന്താണ്, നമുക്ക് പറഞ്ഞ ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. ഓക്കെ, ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. നമുക്ക് ഫ്രീക്വൻസിയിലേക്കാണ് പോകാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. എന്താണ്, 1/t ആണ്. അതിൽ t ഈക്വൽ ടു 1/f എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ 1/8 ഹെഡ്സ് എന്ന് കൊടുക്കാം. 1/8 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, f ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 0.125 ഹെഡ്സ് എന്ന് കിട്ടും. എന്താണ്, 0.12 ഹെഡ്സ്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്ന തോന്നുന്നു അല്ലെ. ഇത് ശരിക്കും നോക്കോളെ. അപ്പം 0.125 ഹെഡ്സ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, നമുക്ക് എഫ് ഈക്വൽ ടു 1/t നമ്മൾ എഴുതി. അങ്ങനെ എഴുതിയപ്പോ നമുക്ക് 1/8 ആണ്. നമുക്ക് 8 ആണ് ഇവിടെ തന്നെ ടൈം. ആ ടൈം നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഡിവൈഡ് ചെയ്തുമ്പോൾ എന്താണ്, 0.125 ഹെഡ്സ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്.
എന്ത് ഫ്രീക്വൻസി. ദെൻ അടുത്ത ചോദ്യം തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം ആണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ നമ്മൾ ചോദിച്ചത് വേവ് ലെങ്ത് ആണ്. അപ്പൊ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ തന്നെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ലാംഡ ഈക്വൽ ടു v/f. നമുക്ക് ഇവിടെ v കൊടുത്തിട്ടുണ്ട്. എത്രയാണ് വേഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? എത്രയാണ് 3.2. അപ്പൊ 3.2 ബൈ എത്രയാണ് 0.125. ഇപ്പം നമുക്ക് ഇത് രണ്ടിനും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 25.6 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഇവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ ഇവിടേക്ക് നമ്മളാണെന്നുണ്ടെങ്കിൽ 3 പോയിന്റ് മാറ്റി ഇങ്ങോട്ടേക്കാണ് ഈ പോയിന്റിനെ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് 1000 വെച്ച് ഇവിടെ ഇൻറ്റു കൊടുക്കണം, ഇവിടെയും ഇൻറ്റു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇൻറ്റു കൊടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. സമം കിട്ടിയില്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്തൊക്കെ പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കിന്റെ ഈ മാത്സിന്റെ ക്ലാസ്സിനോട് വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ച് തന്നിരിക്കും. ഓക്കെ, അതും കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് കിട്ടിയില്ല എന്താണ് ലാംഡ ഈക്വൽ ടു എന്താണ് v/f ആണ്. v എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു 3.2 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 0.125 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും 25.6 എന്ന് കിട്ടും. ഓക്കെ, അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേവ് ലെങ്ത്. അതും കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വിച്ച് ഓഫ് ദ ഫ്രീക്വൻസി ക്യാൻ നമുക്ക് മനുഷ്യർക്ക് കാണാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നത് ഏത് ഹെർട്സ് ആണെന്നുള്ള രീതിയിൽ ചോദിച്ചത്. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നത് ഇന്നത്തെ കൊടുത്തേക്കുന്നത് ഏതാ? ഇത്രയും ഹെർട്സ് ഒന്നും നമുക്ക് പറ്റില്ല, ഇതൊന്നും പറ്റില്ല. ഓക്കെ, ഇതും പറ്റില്ല. ഓക്കെ, നമ്മളുടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. അത് മാത്രമാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ആയതുകൊണ്ട് തന്നെ അത് ഞാൻ പച്ച മാർക്കിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? നമുക്ക് 2000 ഹെർട്സ് ആണ് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് 2000 ഹെർട്സ് ആണ് പറ്റുള്ളൂ. നമ്മളുടെ മനുഷ്യർക്ക് താഴെ പറയുന്ന ഏത് ആവർത്തിയാണ് ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാണ് 2000 ഹെർട്സ് ആണ്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫ്രീക്വൻസി നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നത് അത് 2000 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം എന്താണ്? എ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 2 കിലോ ഹെർട്സ്. 2 കിലോ ഹെർട്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഫ്രീക്വൻസി ഉണ്ട്. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദൂരം സഞ്ചരിക്കും? ഇത് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ. അപ്പൊ നമുക്കിത് വായിച്ചു നോക്കാം. മലയാളത്തിലും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഒരു തരംഗത്തിനാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2 കിലോ ഹെർട്സ് ആണ് ആവൃത്തിയും 35 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തരംഗ ദൈർഘ്യം ഉണ്ടെങ്കിൽ അതിന്റെ തരംഗം 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു? ഈ സെക്കൻഡിനകത്ത് ഇത്രയും സെക്കൻഡിനകത്ത് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. സമയം കിട്ടിയോ? ആ 0.5 സെക്കൻഡിനകത്ത് എത്ര ദൂരം സഞ്ചരിക്കും? 2 കിലോ ഹെർട്സും അതിൽ വേവ് ലെങ്ത് 35 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം 35 സെന്റിമീറ്റർ ആണ്. ഇവിടെ തന്നെയാണ് സെന്റിമീറ്റർ. ഇവിടെ രണ്ടും നോക്കിക്കോണം സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് SI യൂണിറ്റിൽ സെന്റിമീറ്റർ അല്ല, എന്താണ് മീറ്റർ ആണ്. അപ്പൊ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഓർത്ത് വെച്ചോളാം. അപ്പൊ മീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാം, അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 100 സെന്റിമീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ. ഓരോ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ബേസിക് മാത്തമാറ്റിക്സിനകത്ത് വരുന്നത്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ. ഓക്കെ, നമുക്കിനി ഇവിടേക്ക് പോവാം. ഇവിടുത്തെ ഇതിലേക്ക് പോവാം. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ആണ് v ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്താണ് f ഇൻറ്റു ഈ എഫ് ഇൻറ്റു എന്നുള്ള പോയിന്റ് കൊടുക്കുക. അതായിരിക്കും കിട്ടുക. അല്ല എക്സ് ആണെന്ന്. ഓക്കെ, ലാംഡ എഫ് ലാംഡ എന്ന് കൊടുത്തു. വെലോസിറ്റി ഈക്വൽ ടു എഫ് ലാംഡ. വെലോസിറ്റി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് കൊടുത്തു. വെലോസിറ്റി എത്രയാണ്? 2000 ആണ്. ഇൻറ്റു 35 സെന്റിമീറ്റർ. 35 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 0.35 ആയിട്ട് കിട്ടും. ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 700 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതെന്താണ്? ഇതല്ല നമുക്ക് കിട്ടിയേക്കണത്. നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് ഇത് അകത്തുനിന്ന് എന്താണ് വേണ്ടതുണ്ട്? നമുക്ക് ഇതിനകത്തുനിന്ന് എത്ര മീറ്റർ സഞ്ചരിക്കും എന്നുള്ളതാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇത്രയും കിട്ടി. അപ്പൊ ഇതിനകത്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പിന്നെ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? v/t ആണ്. v/t ഡിസ്റ്റൻസ് v/t അല്ല, v ഇൻറ്റു t. അത് പറഞ്ഞ് ഇത് മാറുന്നതാണ്. v ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതെങ്കിൽ തരാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പം ഇവിടെ നമുക്ക് d ആണ് ആവശ്യം. നമുക്ക് d ആണ് ആവശ്യം അല്ലെ? d ആണ് ആവശ്യം.
അപ്പൊ ഡി ആണ് ആവശ്യമായതുകൊണ്ട് നമ്മൾ ഡീനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഡോട്ടാണ് കൊടുക്കുന്നത്. വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് കിട്ടും. അപ്പൊ വി ഇൻറ്റു ടി ഡി ആയതുകൊണ്ട് നമുക്ക് എന്താ വെക്കാം? നമുക്ക് നേരത്തെ 700 എന്നുള്ളതാണ് വി കിട്ടിയിരിക്കുന്നത്. ടൈം എത്രയാണ് ഇവിടെ തന്നേക്കണേ? 0.5. അപ്പം അതിനർത്ഥം അര. ഇതിന്റെ അര എന്നുള്ള ബൈ 2 ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 250 മീറ്റർ. സംഭവം കിട്ടിയോ? അവിടെ ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കിക്കോ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വി equal to എന്നു പഠിച്ചേക്കണേ എഫ് ഇൻറ്റു ലാംഡ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എത്രയാണ്? 2 കിലോ ഹെഡ്സ് ആണ്. 2 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഹെഡ്സ് എന്നാണ്. 2000 ഹെഡ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് 35 സെന്റിമീറ്റർ ആണ്. അതിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 35നെ നമ്മളാണെന്നുണ്ടെങ്കിൽ 100 വെച്ച് ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഇൻറ്റു ചെയ്താലാണ് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മളാണ് 0.35 കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 700 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഈ 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിട്ടിയതല്ലോ. ഇനി ഈ 700 മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് ഇനി കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിസ്റ്റൻസ് ആണ് ഇനി കണ്ടെത്തുന്നത്. നമുക്ക് ഇവിടെ ചോദ്യം ചെയ്യണം എത്ര ദൂരം എന്നാണ്. അപ്പം ദൂരം ആയതുകൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്കൂളില് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി നമ്മൾ, അല്ലെങ്കിൽ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വേഗം. ദൂരം ബൈ സമയമാണ് അല്ലെ? ദൂരം ബൈ സമയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് കിട്ടും? നമുക്ക് നേരത്തെ തന്നെ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് തരാം. ഇവിടെ നമുക്ക് ഡി ആണ് ആവശ്യം. നമുക്ക് ഇവിടെ ആവശ്യം ഡി ആയതുകൊണ്ട് ഡീനെ അവിടെ നിർത്തിയിട്ട് വി ഇൻറ്റു ടി എന്ന് കൊടുത്തിട്ട് ടി എന്ന് കിട്ടി. അപ്പൊ അവിടെ ഡി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. വി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കണേ? വി നമുക്ക് 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 700 ഇൻറ്റു ടൈം എത്രയാണ് കൊടുത്തത്? 0.5 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 0.5 ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 0.5 എന്ന് കിട്ടി. അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇത് 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 700 ഇൻറ്റു 1/2 എന്ന് എഴുതാം. അതിന് ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? 350 മീറ്റർ എന്ന് കിട്ടും. 350 മീറ്റർ. ഇതാണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ദാറ്റ് പ്രൊഡ്യൂസ് 50 ക്രിസ്റ്റം ആൻഡ് 50 ത്രഫും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.5 സെക്കൻഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ 0.5 സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി ഫ്രീക്വൻസിയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയാണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പൊ നമുക്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു എൻ ബൈ ടി എന്നാണ് നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് ഇപ്പൊ കേട്ടോ. എഫ് ഈക്വൽ ടു എൻ ബൈ ടി. അപ്പം എഫ് ഈക്വൽ ടു എൻ ബൈ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുത്തതാണ് എൻ ആണ്. എന്ന് പറഞ്ഞ ഇത് രണ്ടുമാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഇവിടെ 50 ആയതുകൊണ്ട് 50 എടുത്തു. 50 എടുത്തുകൊണ്ട് രണ്ടും സെയിം ആയതുകൊണ്ട് ഇപ്പൊ 50 എടുത്തു. 0.5 നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. നമുക്ക് ക്രസ്റ്റിന്റെയോ അല്ലെങ്കിൽ ത്രഫിന്റെയോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.5 എടുത്തു. 0.5 എടുത്തു കഴിഞ്ഞപ്പം 0.5 അല്ല 50 എടുത്തു. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ വെച്ച് ബേസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ വെച്ച് ബേസ് ചെയ്തെടുക്കാം. എന്നായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ എന്ന് പറയുന്നത് ദെൻ ഇവിടെ നമുക്ക് 0.5 ആണ്. ഇവിടെ നമുക്ക് എടുത്തേക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാണ് 50 ബൈ പിന്നെ എത്രയാണ് വന്നത്? 50 ബൈ 0.5 50 ബൈ 0.5 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 1/2 എന്ന്. അപ്പൊ ഈ 2 മുകളിലേക്കോ 2 മുകളിലേക്ക് ആകുമ്പോ എത്ര? 100 കിട്ടും. അപ്പൊ 100 ഹെഡ്സ് ആണ് ഇതെന്ന് പറഞ്ഞത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സംഭവം കിട്ടിയോ? 100 ഹെഡ്സ് ആണ്. ഓക്കെ, സംഭവം കിട്ടിയല്ലോ. എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചുതരാം. നമുക്ക് എഫ് ഈക്വൽ ടു എൻ ബൈ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഈ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ 50 ആണ്. 50 സെന്ററുകളിലും 50 ചക്രങ്ങൾ എന്ന് പറയുന്നത് 50 ആണ് കേട്ടോ. അപ്പം 50 ബൈ ടി എന്ന് പറയുന്നത് 0.5 ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ബൈ 1/2 അങ്ങനെ ഈ 2 മുകളിലേക്ക് പോവും. ഇൻറ്റു ചെയ്യും. പിന്നെ ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എത്രയാണ്? 1/1. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 100 എന്ന് കിട്ടും. 100 ഹെഡ്സ് ആണ് ആൻസർ. സംഭവം കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ.
ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, ഏഴാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ഏഴാമത്തെ ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓക്കെ ഫോളോയിങ് ഈസ് ഡിഫറെന്റ് റിഗാർഡിംഗ് ദ വേവ്സ് ആയിട്ട് രണ്ട് വേവ് വന്നിട്ടുണ്ട്, എയും ബി എന്ന് പറഞ്ഞാൽ ആ വേവ് ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഏതാണ് ഡിഫറെന്റ് എന്ന് ചോദിച്ചത്. ഇവിടെ രണ്ട് വേവ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ രണ്ട് വേവ്സ് കൊടുത്തിട്ടുണ്ട്, ഇതും ഇതും. അതിനകത്ത് ഏതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവൃത്തി, ആയത്, പീരീഡ്. ഇതിനകത്ത് ഏതാണ് ഡിഫറെന്റ് എന്ന് ചോദിച്ചത്. ഓക്കെ, അത് ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഇതിനകത്ത് ഏതാണ് ഡിഫറെന്റ് ആ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ തന്നെ ടൈം രണ്ടിടത്തും സെയിം ആണോ നോക്കിക്കേ, സെയിം ആണ്. അപ്പൊ ടൈം എന്താണ്, രണ്ടിടത്തും സെയിം ആണ്. അപ്പൊ ടൈം എന്താണ്, ടൈം എന്നുള്ളത് ഇവിടെ നമുക്ക് തന്നിട്ടില്ല, ഓപ്ഷനകത്ത് ഇല്ല. ഓക്കെ, ടൈം നമുക്ക് എന്താണ് സെയിം ആണെന്ന് കിട്ടിയല്ലോ, ടൈം സെയിം ആണ്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ലെവൽ 2 ആണ്, ഇവിടെ 2-നകത്താണ് 3, 4. ഓക്കെ, ഫ്രീക്വൻസി സെയിം ആണ്, ഫ്രീക്വൻസി അല്ല. പിന്നെ ഉള്ളത് എന്താണ് നമുക്ക് നോക്കണ്ടത്, അത് നമുക്ക് കിട്ടി അല്ലെ, നമുക്ക് അത് കിട്ടി. നമുക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫ്രീക്വൻസി ശരിയാണ്, ടൈം ശരിയാണ്, അപ്പൊ വേവ് ലെങ്ത് എന്താണ് ഇവിടെ ശരിയാണ്, ശരിയായിട്ടുള്ള രീതിയിലാണ്. വേവിന്റെ ലെങ്തും ശരിയാണ്. പക്ഷെ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, ഇത് രണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ സെയിം ആണ് കിട്ടി. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ എന്താണ്, ഇവിടെ എന്താണ് 0.5ഉം ഇവിടെ സോറി 0.5 അല്ല 0.05ഉം ഇവിടെ 0.03 ആണ് വന്നേക്കുന്നത്. അപ്പം അതാണ് അവിടെ ഡിഫറൻസ് ഉള്ളത്. അപ്പൊ അവിടെ ഡിഫറൻസ് ഉള്ളത് ഏതാണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവിടെ ഏതാണ് നമുക്ക് ആയതിയാണ്, കാരണം ഇവിടെ നമുക്ക് കാണുന്നത് 0.3യും 0.03യും ഇവിടെ 0.05 ആണ്. അപ്പം ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. ഓക്കെ, വേവ് ലെങ്ത് സെയിം ആണ്. പീരീഡ് ഇവിടെ പീരീഡ് ടൈം ആട്ടോ കൊടുത്താണ്, ഇവിടെ നമുക്ക് വേവ് ലെങ്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ, ഇവിടെ എല്ലാം സെയിം ആണ്, ഇതെല്ലാം സെയിം ആണ്. ആവൃത്തി സെയിം ആണ്, പീരീഡ് സെയിം ആണ്, പക്ഷെ ആയത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ സെയിം അല്ല. സമയം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് trough of a transverse wave is 2 meter. Find the frequency ഓഫ് ദ സ്പീഡ് എന്ന് വെച്ചാണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ F = എന്താണ്, നമ്മൾ അറിയുന്ന സ്പീഡ് v/λ. ഓക്കെ, നമുക്ക് v = F ഇതാണ് ലാംഡയാന്ന് അറിയാം. അപ്പം നമുക്ക് എഫിന് ഇവിടെ എടുത്തിട്ട് ലാംഡയാണ് അടിയിലേക്ക് കൊണ്ടുവരുവാണ്, അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, സമയം കിട്ടിയല്ലോ. അപ്പൊ നമുക്കത് ചെയ്യാം. ദെൻ ചോദിച്ചേക്കുന്നത് എന്താണ്, അനുപ്രസ്ഥ തരംഗത്തിന് അടുത്തുള്ള രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം 2 മീറ്റർ ആണ്, അതിന്റെ വേഗം 20 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ആവൃത്തി ഫ്രീക്വൻസി കണ്ടെത്താനാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് F = എന്തെന്ന് പറഞ്ഞ് എഴുതിയിരിക്കണം, നമ്മൾ F = എന്തെന്ന് കിട്ടും, നമുക്ക് കാണുന്നുണ്ട് മുകളില് ഇതെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് എന്ന് പറയാം. അടുത്ത അടിയിൽ എന്താണ്, ലാംഡയാണ്. അപ്പൊ നമുക്ക് സ്പീഡ് എത്രയാണ് തന്നേക്കണേ, സ്പീഡ് എത്രയാണ് 20, ലാംഡ എത്രയാണ് 2, എത്ര കിട്ടി 10 എത്ര കിട്ടി, 10 കിട്ടി അല്ലെ, 20/2 അല്ലേ, 10 അതും കിട്ടി. ഇതിന് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് അടുത്ത ചോദ്യം നോക്കിക്കേ, അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, വെൻ സൗണ്ട് പാസ് ത്രൂ എ മീഡിയം, ഒരു മീഡിയത്തിലൂടെ സൗണ്ട് പാസ് ചെയ്യാണ്, എന്താണ് ട്രാവൽ ചെയ്യുന്നത്, ഇവിടെ ട്രാവൽ ചെയ്യുന്നത് എന്താണ്, പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ആണോ, വേവ് ആണോ, അത് സൗണ്ട് ഓഫ് ദ മീഡിയം ആണോ, സോഴ്സ് ഓഫ് ദ സൗണ്ട് ആണോ, അതിൽ മീഡിയം ആണോ അവിടെ ട്രാവൽ ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ശബ്ദം മാധ്യമത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് മാധ്യമത്തിലെ കണികകളാണ് സഞ്ചരിക്കുന്നതെന്ന്, അവിടെ പ്രേഷണം ചെയ്യുന്നതെന്ന് ചോദിച്ചാണ്. അതാണോ അതെയോ, അല്ലെങ്കിൽ തരംഗമാണോ, അതേപോലെ എന്താണ് ശബ്ദ സ്രോതസ്സാണോ, അല്ലെങ്കിൽ മാധ്യമമാണോ എന്ന് വെച്ചാൽ ശരിക്കും അവിടെ ശരിക്കും എന്താണ്, നമുക്കിവിടെ എല്ലാം പഠിച്ചത് എന്താണ്, ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്, വേവ് എന്നാണ്. അപ്പൊ എന്താണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് എന്താണ്, അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്നത് എന്താണ്, ഇവിടെ പാസ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമാണേ ഉള്ളൂ, അതെന്ന് പറഞ്ഞ ഇതാണ് വേവ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, തരംഗം. വേവ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ആ ചോദ്യത്തിനകത്ത് ഒരു പിച്ച് ബോൾ ആർ സസ്പെൻഡഡ് നിയർ ദ ടു prong of it
24 fixed on a table and so touch the following person play a piano sitting near this system. Okay. അപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞേക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ദ പിച്ച് ബോൾ മൂവ് ഇൻ കേസ് ദിസ് പിച്ച് ബോൾ മൂവ് സ്ലൈറ്റ്ലി വാട്ട് ഇസ് ദ റീസൺ. അപ്പം പിച്ച് ബോൾ അവിടെ നിന്ന് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മളോട് അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ വൈൽ പ്ലേയിങ് സർട്ടൻ നോട്ട്സ് ദ പിച്ച് ബോൾ എന്താണ് ഒരു ത്രോൺ ടു മാക്സിമം. പിച്ച് ബോൾ എന്ന് പറഞ്ഞ സംഭവം മാക്സിമത്തിലേക്ക് എത്തി, മാക്സിമം ഡിസ്റ്റൻസ് എത്തി. ഇതിന് കാരണം ഏതാ? അപ്പൊ ഇത്രയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ മേശപ്പുറത്താണെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ടൂണി ഫോർക്കിന്റെ ഇരുഭാഗങ്ങളിൽ എന്തുണ്ട്, ഒരു പന്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ടൂണി ഫോർക്ക് എന്ന് എത്തിക്കോ. കേട്ടോ, ഇതാണ് ടൂണി ഫോർക്ക്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും എന്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്, ഈ രണ്ട് സൈഡിലും എന്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ബോൾസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടൂണി ഫോർക്കിന്റെ എന്താണ് മേശപ്പുറത്ത് ഇരുഭാഗങ്ങളുടെ സമീപത്തുമായി ടൂണി ഫോർക്കിന്റെ എന്താണ് സ്പർശിക്കുന്ന രീതിയിൽ രണ്ട് പിച്ച് ബോളുകളാണെന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ അടുത്താണ് ഒരാളാണെന്നുണ്ടെങ്കിൽ പിയാനോ വായിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ പിച്ച് ബോളിൽ ചെറുതായി അനങ്ങുന്നുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. കാരണം എന്താണ്? ഇപ്പൊ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിച്ച് ബോൾ ആണെന്നുണ്ടെങ്കിൽ മൂവ് സ്ലൈറ്റ്ലി എന്താണ് വാട്ട് റീസൺ, എന്തുകൊണ്ടാണ്? പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ എക്കോ ഉണ്ട്. എന്തുണ്ട്? പോസിറ്റീവ് വൈബ്രേഷനും ഉണ്ട്, പ്രണോദിത കമ്പനവും ഉണ്ട്, എന്താണ് പ്രതിധ്വനിയുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതായിരിക്കും വരുന്നതെന്നാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്, പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അടുത്ത ചോദ്യം വായിച്ചു നോക്കുകയും വൈൽ പ്ലേയിങ് സെർട്ടൻ നോട്ട്സ് ഓൺ ദ പിയാനോ ദ പിച്ച് ബോൾ ത്രോ മാക്സിമം, നല്ല രീതിയിലേക്ക് പോയി. അപ്പൊ നല്ല രീതിയിലേക്ക് പോയി, ത്രോൺ ടു എ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. വിച്ച് ഫിനോമിന? ഇവിടെ ഇത് ഫിനോമിനാണ്. റിവർബറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റെസൊണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? റിവർബറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റെസൊണൻസ് ഉണ്ട്, അനുരണനം ഉണ്ട്, അനുനാദമുണ്ട്. അപ്പൊ ഏതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ആലോചിക്കേ. ഇവിടെ നമ്മൾ ചോദിച്ചുകൊണ്ട് എന്താ, പിയാനോയിൽ ചില സ്വരങ്ങളാണെന്നുണ്ടെങ്കിൽ വായിക്കുമ്പോൾ പിച്ച് ബോളുകളാണെങ്കിൽ കൂടുതൽ ആയതിൽ തെറിക്കുന്നു. ഇതിന് കാരണം ഏത് പ്രതിഭാസമാണെന്ന് ചോദിച്ചു. അതിന് ആൻസർ ഏതാണ്? റെസൊണൻസ് അല്ലെങ്കിൽ എന്താണ്, അനുനാദം. ഓക്കെ, ഇതാണ് ആൻസർ. സമയം കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിലയിരുത്താം. ഏകദേശം നമ്മളെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചോദിക്കാം, ടെലിഗ്രാമിൽ ചോദിക്കാം. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബിന്റെ കമന്റിനകത്ത് ചോദിക്കാം. നമുക്കിനി അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. സി യു, ബൈ.